ബിജെപിക്ക് ഇരട്ടത്താപ്പോ എന്ന ചർച്ച തുടരുകയാണ്. ജിമ്മി, ഇപ്പോൾ ഇവിടെ ബിജെപി കന്യാസ്ത്രീകൾക്ക് വേണ്ടി കരയുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ആക്രോശമാണ്. എന്താണ് തോന്നുന്നത്? ഒരു ഇരട്ടത്താപ്പല്ലേ? ബിജെപിക്കുള്ള ഇരട്ടത്താപ്പിന് മുമ്പ് ഞാൻ കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. ഈ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആണല്ലോ പ്രതിപക്ഷം. നിങ്ങൾ ആരെങ്കിലും കോൺഗ്രസിനെ അവിടെ തെരുവിൽ പ്രതിഷേധിക്കുന്നതായി കണ്ടോ? 2 കന്യാസ്ത്രീകൾ, അവർ മലയാളികളാണ്. ഒരു ആദിവാസി യുവാവ് കൂടി ജയിലിലുണ്ട്. ആരാണ് അവർക്ക് കൊണ്ട് സംസാരിക്കുക? എവിടെ പോയി കോൺഗ്രസ് എന്ന പ്രതിപക്ഷം? കഴിഞ്ഞ 5 വർഷം ഛത്തീസ്ഗഡ് ഭരിച്ച വളരെ ശക്തമായൊരു പ്രതിപക്ഷം. ഭൂപേഷ് ബാഗലിനെ നമ്മൾ കണ്ടു. ഭൂപേഷ് ബാഗൽ അന്ന് UDF നേതാക്കന്മാർ വരുമ്പോൾ അവരെ ജയിലിൽ കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭൂപേഷ് ബാഗൽ എത്തുന്നു. ഭൂപേഷ് ബാഗൽ ഏതെങ്കിലും മാധ്യമങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? ഭൂപേഷ് ബാഗൽ സംസാരിച്ചില്ല. എന്ന് മാത്രമല്ല, റിപ്പോർട്ടറിന്റെ പ്രതിനിധി ഭൂപേഷ് ബാഗലിന്റെ വീട്ടിൽ പോയി 2 മണിക്കൂർ നിന്നു. ഒരു വാക്ക് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയം നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കാണുന്നത് പോലെയല്ല. 2000 രൂപീകൃതമായ ഛത്തീസ്ഗഡിൽ ദളിതരായ ക്രിസ്ത്യാനികൾക്കെതിരെ വളരെ വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2023 BJP വരുന്നത്. 2018 മുതൽ 2023 വരെ ഭൂപേഷ് ബാഗലിന്റെ കോൺഗ്രസ് സർക്കാരായിരുന്നു. അന്നും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഛത്തീസ്ഗഡിനെ മനസ്സിലാക്കാതെ കേരളത്തിലുള്ള മനുഷ്യരെല്ലാവരും കൂടി അവിടെ BJP മാത്രം എന്തോ വലിയ പ്രശ്നങ്ങൾ ചെയ്യുന്നു കരുതിയാൽ നമുക്ക് തെറ്റി. വളരെ ഓർഗനൈസ്ഡായി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഛത്തീസ്ഗഡിൽ ആദിവാസി മേഖലയിൽ, പ്രത്യേകിച്ച് ബസ്തർ, കൊണ്ടഗാവ് മുതലായ സ്ഥലങ്ങളിൽ അവിടെ വളരെ വലിയ അക്രമങ്ങൾ നടന്നതിൻ്റെ ഡോക്യുമെന്റഡ് എവിഡൻസ് ഉണ്ട്. ഈ ഇന്നും ഇന്നലത്തെ കാര്യമില്ല പറയുന്നത്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് 2022 നാരായൺപൂരിലും കൊണ്ടഗാവിലും 100 കണക്കിന് ആദിവാസികൾ, ക്രിസ്ത്യാനികളായ ആദിവാസികൾക്കെതിരെ ആക്രമണം ഉണ്ടായി. അത് വലിയ പ്രശ്നമായി. അവർ ഗ്രാമത്തിൽ നിന്ന് ആട്ടി ഓടിച്ചു. അവർ തിരിച്ചു വരുന്ന ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് 2023 വീണ്ടും ഇതേ സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായി. അന്ന് ഈ ഭൂപേഷ് ബാഗലാണ് മുഖ്യമന്ത്രി. അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു ചെറുപേരിൽ അനക്കിയില്ല. അന്ന് ഒരൊറ്റ കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ അവിടെയുള്ള ആദിവാസികൾക്ക് വളരെ വലിയ സമ്മർദ്ദം നടത്തേണ്ടി വന്നു. എന്നിട്ടാണ് കേസ് പോലും രജിസ്റ്റർ ചെയ്തത്. ആദിവാസികൾ ക്രിസ്ത്യാനികളായ മതം മാറിയാൽ അവിടെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ചൂട്ടുപിടിക്കുന്നവരാണ് അവിടുത്തെ BJPയും അവിടുത്തെ കോൺഗ്രസും. ഉത്തരേന്ത്യയിൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകും. അധികാരം മാറിയാൽ വേണമെങ്കിൽ BJPയും കോൺഗ്രസ് ആകും. ഇവർ രണ്ടും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരേ തൂവൽ പക്ഷികളാണ്. ആ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ട് വേണം ഛത്തീസ്ഗഡിൽ ഇപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ. എങ്ങനെയാണെന്നറിയാമോ? പോലീസിൻ്റെയോ അല്ലെങ്കിൽ ബജ്രംഗ് ദളോ അതുപോലെയുള്ള ഫ്രിഞ്ച് എലമെൻസിൻ്റെയോ സഹായം കൊണ്ട് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ആദിവാസി മേഖലയിൽ ഗ്രാമസഭകൾ കൂടി ക്രൈസ്തവരായ ദളിതർക്കെതിരെ വളരെ വലിയ നീക്കം നടക്കുന്നുണ്ട്. അതിന് നിയമത്തിൻ്റെ പിന്തുണയുമുണ്ട്. എങ്ങനെയാണ്? ആദിവാസികളുടെ തനത് സംസ്കാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ നിയമത്തിൻ്റെ പരിരക്ഷ ഉപയോഗിച്ച് അവിടുത്തെ ഗ്രാമസഭകൾ നിയമങ്ങൾ പാസ്സാക്കുന്നു. അതിനെക്കുറിച്ച് വളരെ വിശദമായ പഠനങ്ങളും വാർത്തകളും വന്നിട്ടുണ്ട്. ഛത്തീസ്ഗഡ് പഞ്ചായത്ത് രാജ് അധിനിയം 1993 പാസ്സായ നിയമമാണ്. ആ നിയമം അനുസരിച്ച് ഒരു ഗ്രാമപഞ്ചായത്തിന് നിയമം പാസ്സാക്കിയാൽ അവരുടെ നാട്ടിൽ ആ ഗ്രാമത്തിനകത്ത് എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ച് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം. ഉദാഹരണത്തിന്, ആരൊക്കെ അവിടെ ആദിവാസി അല്ലാത്ത ആളുകൾ ആ ഗ്രാമത്തിൽ താമസിക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുക്കാം. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി ആണെങ്കിൽ അവിടെ താമസിക്കാൻ പറ്റില്ല, കൃഷി ഇറക്കാനാവില്ല, ആരാധനാലയങ്ങൾ പാടില്ല. കാരണം ആദിവാസികളുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ ഹിന്ദു അമ്പലങ്ങളെ പാടുള്ളൂ. കളക്ടർക്ക് കടലാസ് കൊടുത്തുകൊണ്ട് ആദിവാസികളുടെ ഗ്രാമത്തിനകത്ത് ക്രിസ്ത്യാനികളായവരുടെ ശവടക്ക് പോലും നടത്താനാവില്ല എന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കേസ് അവസാനം സുപ്രീം കോടതി വരെ പോയി. അവസാനം സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ, ഒരു ജഡ്ജി അങ്ങനെ ശവടക്ക് നടത്താമെന്നും മറ്റൊരു ജഡ്ജി അങ്ങനെ ശവമടക്കം ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു. അവസാനം ശവടക്ക് 20 കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അടക്കിയ ചരിത്രവും ഇതേ ഛത്തീസ്ഗഡിലുണ്ട്. ഇങ്ങനെ നിയമം കൊണ്ടും ഫ്രിഞ്ച് എലിമെന്റുകളുടെ സഹായം കൊണ്ടും ആദിവാസികൾക്കെതിരെയുള്ള വളരെ വലിയ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഛത്തീസ്ഗഡിൽ എന്ത് കോൺഗ്രസ്, എന്ത് BJP? പക്ഷെ ആദിവാസികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അത് ഒരു പൊതു വിഷയമാണ്. അത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വിഷയത്തിൽ എത്രത്തോളം ഇടപെടുന്നുണ്ട് എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതല്ല ഇപ്പോൾ അതൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾക്കെതിരെ സഭയുമായി ബന്ധപ്പെട്ട് അവിടെ അവർക്കിടയിൽ പ്രവർത്തിക്കുന്നതിനെതിരെ നടക്കുന്ന അക്രമങ്ങൾ അത് ഇപ്പോൾ കുറച്ചു കാലമായിട്ടുള്ള സംഭവമാണെന്ന് അവർ പറയുന്നു. ഈ കന്യാസ്ത്രീകൾ തന്നെ 10-30 വർഷമായി അവിടെ പണിയെടുക്കുകയാണ്. അവർക്ക് മുൻപ് അനുഭവം ഉണ്ടായിരുന്നില്ല. അവർ ഈ പറയുന്ന ആദിവാസികളുടെ വീടുകളിൽ നിന്ന് പോലും പ്രവർത്തിക്കുമ്പോൾ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. പറയാം, തൊട്ടടുത്ത സംസ്ഥാനത്ത് ജബൽപൂരിൽ റാഞ്ചി പോലീസ് സ്റ്റേഷനിൽ തീർത്ഥാടനത്തിന് പോയൊരു ബസ്
തൊട്ടടുത്ത സംസ്ഥാനം ഫ്രിഞ്ച് എലമെന്റുകൾ ബസ് തട്ടിക്കൊണ്ടുപോയി ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുകയും 2 കത്തോലിക്ക പുരോഹിതർ ഈ വിവരം അറിഞ്ഞ് അതിലൊരാൾ വളരെ പ്രായം ചെന്ന സെന്റ് അലോഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പ്രിൻസിപ്പളായ ഫാദർ ഡേവിസ് ജോർജും കൂടെ ജോർജ് തോമസ് അവിടെ ചെന്നപ്പോൾ സ്റ്റേഷനിൽ അവരെ ഓടിച്ചിട്ട് തല്ലുന്നതിൻ്റെ വീഡിയോ ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഇത് വളരെ വ്യാപകമായി ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന പലർക്കുമെതിരെ കിട്ടുന്ന വളരെ വലിയ അക്രമമാണ്. ഈ രണ്ട് ക്രിസ്ത്യാനികളായ ക്രൈസ്തവ സന്യാസിമാർ അവിടെ അബദ്ധത്തിൽ വന്ന് പെട്ടതാണ്. പോലീസ് സ്റ്റേഷനിലാണ് വിഷയം. ഞാൻ പറയുന്ന വിഷയം ഛത്തീസ്ഗഡിലെ, ഒറീസയിലെ, മധ്യപ്രദേശിലേക്ക് ഗ്രാമങ്ങളിൽ ദിവസവും നടക്കുന്ന വിഷയമാണ്. അങ്ങനെ വളരെ വലിയ അക്രമം നടക്കുന്ന ഒരു സ്ഥലത്ത് കന്യാസിമാർ വന്ന് ഇടയ്ക്ക് പെട്ടുപോയപ്പോൾ ഉണ്ടായ ഒരു ചെറിയ ഇൻസിഡന്റ് മാത്രമാണ് നമ്മൾ കണ്ടത്. ഇന്ന് കത്തോലിക്ക സഭ ഈ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ വിഷയം 2 മലയാളികളായ സുറിയാനി ക്രിസ്ത്യാനികളായ എന്നുകൂടി ഞാൻ പറയും കന്യാസ്ത്രീകൾ ഇടപെട്ടതാണ് ഇത്രയും വലിയ വിഷയമായി. സഭ ഇതൊന്നും അറിഞ്ഞില്ലേ? കാണ്ടമാനിലെ സംഭവം അറിഞ്ഞില്ലേ? ഇതിനു മുമ്പ് പാസ്റ്റർമാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, വൈദികരും പാസ്റ്റർമാർ ഇത് രണ്ടാണ്. വൈദികർ കത്തോലിക്കരാണ്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭയിലുള്ളവരാണ്. പാസ്റ്റർമാർ എന്ന് പറയുന്നത് പെന്തിക്കോസ്ത് സഭയിലുള്ളവരാണ്. അത് പക്ഷേ ബജ്രംഗ് ദളിന് പ്രത്യേക ക്ലാസ് എടുക്കേണ്ടി വരും. ബജ്രംഗ് ദളിന് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ പ്രശ്നം പാസ്റ്റർമാർക്കെതിരെ, ദളിതരായ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് ഏറ്റവും വലിയ അതിക്രമം നടക്കുന്നത്. അന്നൊന്നും സഭ ഇത് കണ്ടില്ല. ഇപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അത് ഒരു അബദ്ധത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അവർ ട്രെയിൻ കയറി അങ്ങ് പോയേനെ. ഇത് ഇടയ്ക്ക് വെച്ച് നടന്നൊരു സംഭവമാണ്. പക്ഷെ പ്രശ്നം മറ്റൊന്നാണ്. അപ്പോൾ BJPയും CPMും കോൺഗ്രസും ഒക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ച് കളയാം എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അതിനെ സമീകരിക്കുന്ന ഒരു കാരണം കൂടിയുണ്ട്. എന്താണ് അവിടെ കാര്യം? എന്താ കോൺഗ്രസ് വരാത്തെ? എന്തുകൊണ്ടാ പഴയ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ അവിടെ UDFന്റെ കൂടെ വന്നിട്ട് എന്താ സംസാരിക്കാതിരുന്നേ? എന്തുകൊണ്ടാണ് ശ്രുതി ഒരു കോൺഗ്രസിന്റെ നേതാവ് പോലും, പ്രാദേശിക നേതാവ്, ആ വിഷയം അല്ല. അത് ഇന്ന് മാത്രമല്ല, ഇത്രയും വലിയ കാര്യമായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ്. അന്ന് തന്നെയാണല്ലോ PTA ബൈറ്റായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുത്തത്. അപ്പോൾ ഇവിടുത്തെ ആളെന്ത് പറഞ്ഞു? അത് തൽക്കാലം അപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വിഷ്ണുദേവ് സായി, അദ്ദേഹമാണ് അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ഈ വിഷയം ട്വീറ്റ് ചെയ്തു. ഇത് ഞങ്ങളുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, അത് മതപരിവർത്തനാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ട്വീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ പിൻ ചെയ്തു വെച്ചു. ഇപ്പോഴും ഹൈലൈറ്റ്സിൽ, നിങ്ങൾ അയാൾ ട്വിറ്ററിൽ പോയി നോക്കിയാൽ ഹൈലൈറ്റ്സിൽ ആദ്യം കിടക്കുന്നത് ഈ ട്വീറ്റാണ്. BJP അവിടെ അവർക്ക് മറ്റൊരു രാഷ്ട്രീയമില്ല. അവരുടെ രാഷ്ട്രീയത്തിൽ എംബഡഡ് ആണ് ദളിത് ക്രിസ്ത്യാനികൾക്കെതിരായ വലിയ അക്രമങ്ങൾ നടത്തുക, മതപരിവർത്തനം എന്ന് അവർ വിചാരിക്കുന്നത് തടയുക, പരമാവധി ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരിക. ഈ വിഷയത്തിൽ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ദളിതരായ ക്രൈസ്തവരെ അടിച്ചൊതുക്കുക എന്നുള്ളത് BJPയുടെ തന്ത്രമാണ്. കോൺഗ്രസിന് അതിൽ വലിയ വിരോധമൊന്നുമില്ല. കാരണം വളരെ ചെറിയ മൈനോറിറ്റിയാണ്. ബസ്റ്ററിൽ കഴിഞ്ഞ തവണ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ജയിച്ചത് BJP ആണ്. അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു. ഇവിടെ കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്താൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോക്കും. അവിടെയാണ് പ്രശ്നം. അപ്പോൾ നമ്മളിവിടുന്ന് BJP അല്ല, ഇനി കേരളത്തിലെ RSSും, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എതിർക്കുന്ന RSS ഉണ്ടല്ലോ, അവരെതിർത്താലും നോർത്ത് ഇന്ത്യയിൽ, ഛത്തീസ്ഗഡിൽ അവിടുത്തെ രാഷ്ട്രീയം വേറെയാണ്. ആ രാഷ്ട്രീയം കേരളത്തിലെ 20 MP-മാരുടെ സീറ്റാണോ ഛത്തീസ്ഗഡിലും ഒറീസയിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമുള്ള വിശാലമായ സീറ്റാണോ വലുതെന്ന് തോന്നിയാൽ ആ തട്ടാണ് തൂങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് BJPക്ക്, നോർത്ത് ഇന്ത്യയിലെ BJPക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇരട്ടത്താപ്പ്. ഇവിടുത്തെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നു, BJP ഇടപെടുന്നു. പക്ഷെ നോർത്ത് ഇന്ത്യ ചെല്ലുമ്പോൾ അവർക്ക് പുല്ലുവില പോലുമില്ല. ഇതാണ് രാഷ്ട്രീയം, ഇതാണ് സത്യം. കേരളത്തിലെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും നോർത്ത് ഇന്ത്യയിൽ ദളിതരായ ക്രിസ്ത്യാനികൾക്കെതിരെ, കന്യാസ്ത്രീകൾക്കെതിരെ എന്നല്ല ഞാൻ പറയുക, ദളിതരായ ക്രിസ്ത്യാനികൾക്കെതിരെ 100 കണക്കിനല്ല 1000 കണക്കിന് ദളിതരായ ക്രിസ്ത്യാനികൾക്കെതിരെ കഴിഞ്ഞ 10-25 വർഷമായി വളരെ വലിയ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിഷയം. ആ വിഷയം അഡ്രസ് ചെയ്യുമോ? ഒരു പക്ഷേ കോടതിയിൽ പോയി ഈ 2 കന്യാസ്ത്രീകൾ ഇറങ്ങിപ്പോരുമായിരിക്കും. പക്ഷേ അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക്, അവിടുത്തെ ദളിത് ബസ്തികളിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുമോ? അവിടെ ദളിതരായ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകുമോ? അവിടെയാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം കിടക്കുന്നത്. അത് തീരുന്നത് വരെ, അത് പരിഹരിക്കുന്നത് വരെ ഈ വിഷയം
ഇങ്ങനെ തന്നെ നിൽക്കും. ജിമ്മി, പക്ഷേ സമീകരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ദളിതർ എല്ലായിടത്തും പല രൂപത്തിൽ ഇത് അനുഭവിക്കുന്നുണ്ട്, എല്ലായിടത്തും. അതിപ്പോൾ കേരളത്തിലും ദളിതർ അനുഭവിക്കുന്നുണ്ട്, ആദിവാസികൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തെ അങ്ങനെയല്ല കാണുന്നതെന്ന് തോന്നുന്നു. കാരണം RSSന്റെ രാഷ്ട്രീയം, RSSന്റെ നിലപാടിന് കിട്ടുന്ന ഒരു പൊതു സ്വീകാര്യ, താങ്കൾ ഈ പറയുന്ന ഈ കോൺഗ്രസ് നേതാക്കളിലേക്ക് പോലും ഇറങ്ങിച്ചേർന്നിരിക്കുന്ന ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറാണ് പ്രധാനപ്പെട്ട വിഷയം. അത് ആ കൾച്ചറിലേക്ക് ഈ പറയുന്ന സംസ്ഥാനങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ട്. ആദ്യമായി ഇന്ത്യയിൽ മതപരിവർത്തനത്തിനെതിരെ നിയമം വന്നത് എവിടെയാ? മതപരിവർത്തനത്തിനെതിരെ ആദ്യമായി ബില്ല് കൊണ്ടുവന്ന ആരാണ്? ജനസംഘമാണ് കൊണ്ടുവന്നത് 77-ൽ. ഇതെവിടെ വന്നേ? ഏത് സംസ്ഥാനത്താ വന്നേ? 1968 മധ്യപ്രദേശിലാണ് ഈ നിയമം വരുന്നത്. അതിനുശേഷം ഛത്തീസ്ഗഡ് 2000 വരുമ്പോൾ അതിന്റെ ഭാഗമായി വരികയാണ് ഈ സംഭവം. കോൺഗ്രസിനും BJPക്കും ഒക്കെ ഈ കാര്യത്തിൽ ഒരേ നിലപാടാണെന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. സമീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് BJP എന്ന് പറയുന്നതും കോൺഗ്രസ് എന്ന് പറയുന്നതും ഇവിടെ ഇരുന്ന് രണ്ട് ദ്വന്ദ്വമായി തോന്നും. പക്ഷേ ദളിത് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ഇത് രണ്ടല്ല, ഇത് ഒന്നാണ്. ഇത് ഒരുമിച്ച് പല രീതിയിൽ അവിടുത്തെ ജാതി മനസ്സിലാക്കാതെ, അവിടുത്തെ സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കാതെ വെറും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള യുദ്ധമായി ഈ അടിയെ കാണരുത്. രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലായി പോയതും കരുതരുത്. അപ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയം, നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയം, ജാതിയുടെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുക. ശരി, ജാതിയുടെ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ആ ചർച്ചയിലേക്ക് പോകുമ്പോൾ എവിടെയാണ് കാര്യങ്ങൾ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നൊരു വിഷയമുണ്ട്. അതുകൊണ്ട് ഇത് ഡൈല്യൂട്ട് ചെയ്യാതെ ഈ വിഷയത്തിൽ ഊന്നണം എന്നുള്ളതാണ്. ഡൈല്യൂഷനാണ് സംഭവിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ഇന്ന് കണ്ട ആക്രോശം എന്ന് പറയുന്നത് അയോധ്യ ക്ഷേത്രത്തിന് മുന്നിൽ, അയോധ്യയിൽ പള്ളിക്ക് മുന്നിലേക്ക് നടന്ന ഒരു ആക്രോശത്തിന്റെ ഒരു മിനി രൂപമാണ് കണ്ടത്. ഇന്ന് കണ്ട ആക്രോശം അത് ഭയപ്പെടുത്തുന്ന ആക്രോശമായി. അത് ടെലിവിഷന് മുമ്പിലായതുകൊണ്ടും കോടതിക്ക് മുമ്പിലായതുകൊണ്ടും ഞാനൊരു കഥ പറയാം. ഇതേ ഛത്തീസ്ഗഡിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ ആളുകൾ കൊടുത്ത പരാതിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ദളിതരുടെ ജൽ, ജംഗൽ, ജമീൻ, വെള്ളം, ഭൂമി, കാട്, ഇത് മൂന്നും മതം മാറിയ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കില്ലെന്ന് പ്രമേയം പാസാക്കുന്ന ഗ്രാമസഭകളുണ്ട്. അതൊന്നും നമ്മുടെ TV-യിൽ വരില്ല. ശരിയാണ്. ആ TV-യിൽ വരാത്തത് എന്താണ്? നമ്മൾ കൊടുക്കാത്തോണ്ടാണ്. നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾക്കും അതിൽ വാർത്താ പ്രാധാന്യം തോന്നില്ല. നമ്മളെ അടക്കം നമ്മൾ സ്വയം വിമർശിക്കണം. അപ്പൊ വിഷയം എന്താ? സ്വയം വിമർശിക്കണം. സ്റ്റാൻ സ്വാമിയെ പോലുള്ള ഒരാൾ ജയിലിലേക്ക് പോയ അവസ്ഥ എന്താണ് നമ്മൾ ചർച്ച ചെയ്തല്ലേ അല്ലേ? അത് സ്റ്റാൻ സ്വാമിയെ പോലെ ഒരാളെ രക്ഷിക്കാൻ എത്ര രാഷ്ട്രീയ പാർട്ടികൾ പോയി എന്നുള്ള വിഷയം അവിടെ നിൽക്കുകയാണ്. എന്റെ ചോദ്യം അതല്ലേ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ബജ്രംഗ് ദളിനെ പോലെ ഒരു സംഘടന അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങൾ കോൺഗ്രസിന്റെ മൗനം കാണുന്നില്ല. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ഒരു വാക്ക് പറയുന്നത് കാണുന്നില്ല. അവിടെ ഒരു പ്രാദേശികമായ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആദിവാസി ജയിലിലായിട്ടും ക്രിസ്ത്യാനികളെ വിടൂ, കന്യാസ്ത്രീകളെ വിടൂ, അവരനങ്ങുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ലേ? ഇത് രണ്ടും ഒരു രാഷ്ട്രീയത്തിന്റെ, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ശരി, പ്രാദേശികമായി സമ്മതിക്കാം. പക്ഷേ ദേശീയ തലത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്ന് ഏറ്റവും കൃത്യമായതിന്റെ രാഷ്ട്രീയം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ്. അക്കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമുണ്ട്. നമുക്ക് അല്ല, ശരിയാ. പക്ഷെ നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കൂ, നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ എവിടെ പോയി ഛത്തീസ്ഗഡിൽ? എന്തുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി സംസാരിക്കാതിരുന്നത്? അതിന് ഉത്തരവില്ലേ? അല്ല, അതൊരു ചോദ്യം തന്നെയാണ്. ചോദ്യമാണോ ഇന്ന് ഊന്നേണ്ടത് എന്ന വിഷയത്തിൽ? അതാണ് ചോദ്യം. കാരണം ആ ചോദ്യത്തിലാണ് ഇന്ന് ഊന്നേണ്ടത് എന്നുള്ള വിഷയമേ ഉള്ളൂ. മുൻ മുഖ്യമന്ത്രി വരാത്തതാണോ, ഇന്നത്തെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടാണോ പ്രധാനപ്പെട്ട വിഷയം? മുഖ്യമന്ത്രി വരാത്തതല്ല. 2022-ലും 2023-ലും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 200-ലധികം ദളിത് ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 5 വർഷത്തിനിടയിൽ 1000-ന് മുകളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വെൽ ഡോക്യുമെന്റഡ് ആണ്. ശരി, ഇതിൽ വേറെ കുറെ കണക്കുകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എത്രത്തോളം BJP ഭരണത്തിൽ 98-ന് ശേഷം എത്രത്തോളം BJP ഭരണത്തിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടു, പള്ളികൾ ആക്രമിക്കപ്പെട്ടു, കന്യാസ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായി. കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അത് ക്രിസ്ത്യൻ സഭകൾ തന്നെ നടത്തിയ കണക്ക്.